ക്രേസി ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും 4 മണിക്ക് ചായക്കൊക്കെ പറ്റിയ നല്ലൊരു മധുരമുള്ള ഒരു പലഹാരമാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. ഏകദേശം ഇടിയപ്പത്തിൻ്റെ ആ രൂപത്തിലാണ് നമ്മുടെ ഈ പലഹാരം ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വെള്ളം തിളപ്പിച്ച് ഒഴിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വെള്ളം തിളക്കാൻ വയ്ക്കാം. നമ്മളെടുത്തിരിക്കുന്ന 1 ഗ്ലാസ് പൊടി കുഴച്ചെടുക്കാൻ ആവശ്യമായ 2.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ തിളക്കാൻ വയ്ക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്കൊരു അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം എടുത്ത് നമ്മളുടെ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി, മുഴുവനായിട്ട് ഒന്നിച്ച് ഒഴിക്കരുത്. നോക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. ആദ്യം നല്ല ചൂടായിരിക്കും, അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ച് ആദ്യം കുഴച്ചെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ആറിയതിന് ശേഷം കൈവച്ച് കുഴച്ചെടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ചൂടാറാൻ വയ്ക്കാം. മൂടി വെച്ചില്ലെങ്കിൽ ഇത് ഡ്രൈ ആയിപ്പോവും. ഇനി നമുക്ക് ആ മാവിൻ്റെ ചൂടാറുമ്പോഴേക്കും അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ 3 ടേബിൾ സ്പൂണോളം നാളികേരം എടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒരു 4 ടീസ്പൂൺ വരെ ആവാം. ഇനി നമുക്കതിലേക്ക് ഇടേണ്ടത് ഒരു 6-7 ഏലക്കായ് ചതച്ചത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം. ഇപ്പോൾ നമുക്ക് ഫില്ലിങ്ങിനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാനുള്ള ഒരു ഇഡ്ഡലി കുക്കർ ഒരു 6 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് നമ്മളിനി ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ തിളക്കാൻ വെച്ചിരുന്ന വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഈ സേവനാഴിയിലേക്ക് നമുക്ക് ഈ മാവ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഉണ്ടാക്കാം. ഇത്ര മതി. ഇനി നമുക്ക് ഇത് അടച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കുറേശ്ശെ ഇട്ടാൽ മതി. എല്ലാത്തിലും കുറേശ്ശെ മാത്രം. അങ്ങനെ ഓരോന്നിലും കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി മതി, ഇത്ര മതി. ഇനി നമുക്ക് അതിലേക്ക് അതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറേശ്ശെ അതിൻ്റെ മിഡിലായിട്ട് 4ൻ്റെയും മിഡിലായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഈ അപ്പത്തിൻ്റെ മുകളിലേക്ക് തന്നെ വീണ്ടും നമുക്ക് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം മാവ്. ഇപ്പോൾ ഓരോ അപ്പത്തിൻ്റെ മിഡിലായിട്ട് ആ ഫില്ലിങ് വന്നപ്പോൾ നല്ലൊരു ബോൾ പോലെ ആയി. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഇഡ്ഡലിത്തട്ടിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ മാവിനകത്തേക്ക് ചുറ്റിച്ച് ഇടുമ്പോൾ ആ കുഴിയുടെ പകുതിയോളം വരാൻ പാടുള്ളൂ. ഇതേപോലെ ഇതിലെല്ലാത്തിലും നമുക്ക് ഈ മിഡിലായിട്ട് ഈ ഫില്ലിങ്ങും വെച്ച് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും നമുക്ക് ചുറ്റിച്ച് കൊടുത്ത് നല്ലൊരു ബോൾ പോലെയൊക്കെ എടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വേവാൻ വെച്ചിട്ട് 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്വീറ്റായിട്ടുള്ള ഈ അപ്പത്തിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ആ നാളികേരത്തിൻ്റെ പഞ്ചസാരയിട്ട ആ മിശ്രിതം കുറച്ചൊന്ന് തൂക്കി കൊടുക്കുക. പിന്നെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ പഴം പുഴുങ്ങിയത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. പിന്നെ നമുക്ക് ജസ്റ്റ് 2 കാഷ്നട്ട് ഒന്ന് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്.
പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് നാളികേരപ്പാൽ അതും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് സൂപ്പർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ചൂടുള്ള ഒരു കടുപ്പത്തിലൊരു ചായ കൂടി ആയാലോ. ഇപ്പം തന്നെ എല്ലാവർക്കും കഴിക്കാൻ തോന്നുന്നില്ലേ? ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം. എല്ലാവർക്കും ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചെറിയൊരു മധുരവും ആ നാളികേരപ്പാലിൻ്റെ ആ ടേസ്റ്റും എല്ലാം കൂടി കിടുവെന്ന് വെച്ചാൽ കിടുവാണ്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.